BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി രാജ്യത്തെ പ്രമുഖ സഹകരണ സ്ഥാപനമായ BLMന്റെ പുതിയ പദ്ധതിയായ ഭാരത് ലജ്ന സ്റ്റാർ ക്ലബ് ഫൗണ്ടേഷന്റെ ലോഞ്ചിങ്ങും വില്ലകളുടെ താക്കോൽദാനവും വയനാട് സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നടന്നു. BLM ചെയർമാൻ R. പ്രേംകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനപങ്കാളിത്തം കൊണ്ട് ചടങ്ങ് ഏറെ പ്രൗഢമായി. രാജ്യത്ത് 3 സംസ്ഥാനങ്ങളിലായി 140-ലധികം ബ്രാഞ്ചുകളോടെ 10,000-ങ്ങൾക്ക് താങ്ങും തണലുമായി മാറിയ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വില്ല പ്രോജക്ടിന്റെ താക്കോൽദാനവും BLMന്റെ പുതിയ പദ്ധതിയായ BL സ്റ്റാർ ക്ലബ് ഫൗണ്ടേഷന്റെ ലോഞ്ചിങ്ങും വയനാട്ടിൽ നടന്നു. സുൽത്താൻ ബത്തേരി ദൊട്ടപ്പൻകുളത്ത് വെച്ച് നടന്ന ചടങ്ങിൽ BLM പ്രസിഡന്റ് N. കരുണാമൂർത്തി അധ്യക്ഷനായിരുന്നു. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം BLM ചെയർമാൻ R. പ്രേംകുമാർ നിർവഹിച്ചു. BLMന്റെ പ്രൊജക്ടിലൂടെ വീടുകൾ സ്വന്തമാക്കിയവർക്കുള്ള താക്കോൽദാനം ചെയർമാൻ R. പ്രേംകുമാർ നിർവഹിച്ചു. BLMന്റെ പുതിയ പദ്ധതിയായ BL സ്റ്റാർ ക്ലബ് ഫൗണ്ടേഷന്റെ ലോഗോ പ്രകാശനവും ക്ലബിൽ മെമ്പർമാരായവർക്ക് സ്റ്റാർ ക്ലബിന്റെ മെമ്പർഷിപ്പ് കാർഡുകളുടെ വിതരണവും ചെയർമാൻ നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വേദനിക്കുന്നവരുടെ കൂടെ നിൽക്കണമെന്നും BLMന്റെ വളർച്ചയെ ആർക്കും തടയാൻ പറ്റില്ലെന്നും മറ്റു പ്രസ്ഥാനങ്ങളിൽ ചിലർ മാത്രം രക്ഷപ്പെടുമ്പോൾ BLM എല്ലാവരെയും രക്ഷപ്പെടുത്തുകയാണെന്നും R. പ്രേംകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എല്ലാ രീതിയിലും ഇതൊന്നും നടക്കൂല, ഇതൊക്കെ കഥകളാണെന്നൊക്കെ പറഞ്ഞു വന്ന് എല്ലാ ശത്രുക്കളും നമ്മളെ തകർക്കാൻ വേണ്ടി നോക്കിയ ഏകശക്തിയായിട്ട് ആ സമയത്ത് ഇരുന്ന ആൾക്കാരൊക്കെ ഇന്ന് അഡ്രസ് ഇല്ലാமல் എല്ലാം ഓടി. ഇവിടെ പറഞ്ഞ വാക്ക് പാലിച്ച് എല്ലാ രീതിയിലും മുൻപന്തിയിൽ നിൽക്കുന്ന BLM 21ാം വർഷം കഴിഞ്ഞും എല്ലാ രീതിയിലും ലക്ഷോപലക്ഷ ജനങ്ങളെ മനസ്സിൽ ഇന്ന് കയറി ഇടം പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിന് നിങ്ങളൊക്കെയാണ് കാരണം. തേനീച്ചകളായ പോലെ ഓടി ഒഴിക്കുന്ന മഞ്ഞും മഴയും വെയിലും ഒന്നും നോക്കാതെ ഇതിനു വേണ്ടി അഘോര പണിയെടുക്കുന്ന, ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന എൻ്റെ എല്ലാമായ സുഹൃത്തുക്കളായ നിങ്ങളാണ് ഇതിൻ്റെ യഥാർത്ഥ ഉടമകൾ എന്ന് പറയുന്നു. ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, ഒരുപാട് സൊസൈറ്റികളുണ്ട് സുഹൃത്തുക്കളെ. അവിടെയൊക്കെ ഇല്ലാത്ത ഒരു വിഷയം ഇവിടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും നമ്മളെ നിക്ഷേപങ്ങൾ കറക്റ്റ് രീതിയിൽ നിക്ഷേപിച്ച് 21 വർഷം നമ്മളെ എല്ലാ മെമ്പേഴ്സിനും ഒരിക്കൽ പോലും ഡിലേ ഇല്ലാതെ നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരുപാട് വിഷയത്തിൽ മുൻപന്തിയിലാണ് നമ്മളെ സൊസൈറ്റി. ഇന്ന് കണക്കെടുത്തപ്പോൾ ഏകദേശം വിജിലൻസ് ഓഫീസർ ചോദിച്ച് ഞെട്ടിപ്പോയി, നിങ്ങളെ ഇത്രയും ബിസിനസ്സേ ഉള്ളൂ, പക്ഷേ നിങ്ങളെ ആസ്തി ഇത്ര കോടി എങ്ങനെ വന്നു എന്ന് ചോദ്യം. അതിൻ്റെ അടുത്ത് ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞു, സാറേ ആസ്തി അല്ലെങ്കിലല്ലേ പ്രശ്നം, കൂടിയതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, അത് നമ്മളെ മക്കളെ കഴിവാണ്, BLMന്റെ എല്ലാ ജനതയുടെയും കഴിവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ BLMന്റെ വളർച്ച ആരോടും തടയാൻ പറ്റില്ല. എല്ലാ രീതിയിലും മുൻപന്തിയിൽ നമ്മൾ ഓരോരോ സ്ഥലത്തും നമ്മളെ BLMന്റെ മെമ്പേഴ്സിന് അവർക്കായിട്ട് BLMന്റെ വളർച്ച വരുമ്പോൾ അവരതിനൊപ്പം വളർന്നു. വീടായിക്കോട്ടെ, കാറായിക്കോട്ടെ, എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നു. നേരെ അപ്പുറത്തുള്ള സൊസൈറ്റിയെ ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾ ആലോചിച്ച് നോക്കി, അതിലുള്ള 5 ആൾ മാത്രം സ്വന്തം വയറും വീർത്ത് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാം ആരൊക്കെയാണെന്ന്. അതൊക്കെ ഒരിക്കലും കുറേ കൂടെ കഴിയുമ്പോൾ അഡ്രസ് ഇല്ലാതെ പോയി പോകും. ഇന്നും എപ്പോഴും എന്നും ഈ BLMന്റെ മഹാപ്രസ്ഥാനം എല്ലാ വീട്ടിലും ജ്യോതിയായിട്ട് ജ്വലിക്കുമുള്ളതിൽ ഒരു സംശയമില്ല സുഹൃത്തുക്കളെ. തുടർന്ന് BLMൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. MD മനോഹരൻ, വൈസ് പ്രസിഡന്റുമാരായ മുരുകൻ, A. വേദവ്യാസൻ, ഡയറക്ടർമാരായ VK സിബി, കാർത്തിക്, അഡ്മിൻ PRO മനോജ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ D. അനുറാം, DGM ജ്യോതിപ്രകാശ്, ബിസിനസ് ഹെഡ് പങ്കജവല്ലി, PRO സൈദലവി, മിലി റാണി, AGM വിനീത, GM സ്റ്റെല്ല, കാർത്തിക്, പ്രസന്ന, ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേറ്റ് ഹെഡ് സുനിൽ കുമാർ സ്വാഗതവും ബെഞ്ചമിൻ നന്ദിയും പറഞ്ഞു. M5 ന്യൂസ്, വയനാട്.